തനിയെ വരിക അങ്ങനെ വരാറുണ്ട്. എല്ലാ രോഗികളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ പൊടി അല്ലെ എക്സ്റ്റേണൽ അലർജൻസ് കാണുന്നില്ല. ചിലർക്കത് ഇന്റേണൽ ആയിട്ടുള്ള ഇതുകൊണ്ട് വരാവുന്നതാണ്. നോൺ അലർജനിക് ആസ്മ എന്ന് പറയുന്നത്. ചുമയും തുമ്മലും മാത്രമാണ് ഇതിന്റെ ആരംഭം. പ്രധാനമായിട്ടും തുമ്മല്, ചുമ, കുറുങ്ങല്, ഇതാണ്. നമ്മൾ ഒരു കാര്യം ശരിക്കും വിശദീകരിക്കാതെ പോയ ഒരു കാര്യം ഇതാണ്. ചില ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാൽപിറ്റേഷൻ ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞു. ഈ ആസ്മയുടെ തന്നെ ഇതാണ്. അത് ഉപയോഗിക്കേണ്ട ഇല്ലാത്ത ഡ്രഗ്സ് ആണോ അത്? ആസ്മയ്ക്ക് കൊടുക്കേണ്ടത് ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഗുളിക രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ്, ബീറ്റ എന്തോ പറഞ്ഞു സാർ. അല്ല, ഹാർട്ടിന്റെ അസുഖത്തിനുള്ള ബീറ്റ ബ്ലോക്കേഴ്സ്. അതെ, ബീറ്റ ബ്ലോക്കേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ കുറച്ച് കൂട്ടാറുണ്ട്. പക്ഷെ അത് കാർഡിയോളജിസ്റ്റിന് അല്ലെ ഹാർട്ടിന്റെ അസുഖത്തിന് അത്യന്താപേക്ഷയുള്ള ഒരു മരുന്നുമാണ്. അപ്പൊ അത് ആ ഒരു അവസരത്തിൽ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിട്ട് അത് ഈ ബീറ്റ ബ്ലോക്കേഴ്സ് തന്നെ ലങ്സിൽ വലിയ സൈഡ് എഫക്ട്, ആസ്മ അധികം വരുത്താത്ത തരം ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആസ്പിരിൻ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. അപ്പൊ ആസ്പിരിന് പകരമുള്ള മരുന്നുകളുമുണ്ട്. NSAIDs എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേദന സംഹാരികളുണ്ടല്ലോ, നമ്മുടെ പാരസെറ്റമോൾ മുതൽ ആസ്പിരിൻ, ബ്രൂഫൻ മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോഫിക്കോക്സിൻ, ആ മരുന്നുകൾ ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ആസ്മ രോഗികളിൽ വലിവ് അല്ലെ കുറുങ്ങൽ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ആസ്മ രോഗികളും വേദന സംഹാരികൾ കഴിക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഈ അലർജി അല്ലെ ആസ്മ വരുത്തുകയല്ലാത്ത ടൈപ്പ് വേദന സംഹാരികളുമായിരിക്കും. പല ആസ്മ രോഗികളിലും നമ്മൾ കാണുന്നത് അവർ അക്രോസ് ദ കൗണ്ടർ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു വേദനയുടെ ഒരു മരുന്ന് തരാൻ പറയുന്നു, കഴിക്കുന്നു, പിറ്റേ ദിവസം അല്ല ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ആസ്മയായിട്ട് വരുന്നു. പലപ്പോഴും ഞാൻ അറിയില്ല. ഇപ്പൊ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാലും ഡോക്ടർ ഒരു ആസ്മ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ജനങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ആസ്മ എന്ന് പറഞ്ഞുള്ള ഒരു അസുഖം മൂലം ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആസ്മ എന്നുള്ളൊരു അസുഖമായിട്ട് നമുക്കൊരു നോർമൽ ലൈഫ് ജീവിക്കുവാൻ നോക്കും. കൃത്യമായിട്ട് ആസ്മയെപ്പറ്റി രോഗി അറിഞ്ഞ് ഏറ്റവും നല്ല ചികിത്സ ഡോക്ടറുമായിട്ട് ഒരു ടീമായിട്ട് ചെയ്യുവാണെങ്കിൽ ആസ്മ വളരെ ഈസിലി കൺട്രോളബിൾ ഡിസീസാണ്. ഒരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഉണ്ട്, ദാറ്റ് ദർ ഈസ് നോ ക്യൂർ ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് അതർ ദാൻ എൻജോയിങ് ദ ഇന്റർവെൽ ഇൻ ബിറ്റ്വീൻ. അതായത് ബർത്തിൽ നിന്നും ഡെത്തിൽ നിന്നും നമുക്ക് രക്ഷയില്ല, ചികിത്സയില്ല. അതിനുള്ള ചികിത്സ ഈ ദർ ഈസ് നോ ക്യൂർ ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് അതർ ദാൻ എൻജോയിങ് ദ ഇന്റർവെൽ ഇൻ ബിറ്റ്വീൻ. ഇപ്പൊ ആസ്മ രോഗികൾ പലരും, അയ്യോ എന്റെ കുട്ടിക്ക് ആസ്മയാണ്, പലരും വിളിച്ചു എന്റെ മോൻ ആസ്മ വരുമോ. ആസ്മ ഈസ് സച്ച് ആൻ ഇന്നോക്വസ് ഡിസീസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് യു ക്യാൻ ലീവ് യുവർ ലൈഫ് വിത്ത് ആസ്മ ആൻഡ് എൻജോയ് ഇറ്റ്. അപ്പൊ നമ്മൾ ആസ്മയായിട്ട് എൻജോയ് ചെയ്ത് ജീവിതം നയിക്കാനും വേണ്ടിയുള്ള മരുന്നുകൾ ഉണ്ട്. ഓൺലി തിങ് ഈസ് യു ഹാവ് ടു, ദ ആസ്മാറ്റിക് ഹാസ് ടു നോ എവറിത്തിങ് അബൌട്ട് ദ ഡിസീസ്. അത്രേ ഉള്ളൂ. തികച്ചും ശരിക്കും ഡോക്ടർ പറയുന്നത് ആസ്മ പേഷ്യൻസ് ഭയപ്പെടേണ്ടതില്ല, എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ അത് പുകവലിച്ചുകൊണ്ടും മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒന്നും ആയിരിക്കരുത് ആ എൻജോയ്മെന്റ്. പേഷ്യന്റും ഡോക്ടറും കുടുംബാംഗങ്ങളും എല്ലാം അറിഞ്ഞു വേണം. തീർച്ചയായിട്ടും. ഏതായാലും ഇന്നത്തെ ലൈഫ് ലൈൻ ലൈവ് സുപ്രഭാതം വളരെ ലൈവാക്കി തന്നതിന് ഡോക്ടർ കുര്യൻ തോമസിനോട് എല്ലാം നന്ദി അറിയിക്കുന്നു. നമസ്കാരം.